ലൈവിൽ രാത്രിയിലത്തെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോളും ജിഷിനും അക്ബറും അഭിലാഷും അവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ അനീഷ് നടന്നു വരികയാണ്. വന്ന പാടെ അനീഷ് ഇങ്ങനെ പറയുകയാണ്, എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടതാ, എന്നിട്ട് ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ആൾക്കാർ കാണിക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കോയിൻസ് കൊടുക്കുന്നു, കഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ കോയിൻസ് കൊടുക്കുന്നില്ല. ഈ ഒരു ടാസ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മനഃപൂർവ്വം എനിക്ക് അവകാശപ്പെട്ട എൻ്റെ കോയിൻ തരാതെ എനിക്ക് വെറും ഒരു ഗോൾഡ് കോയിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാ വന്നോ. ജിഷിനും അക്ബറും അനുമോളും ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും അനീഷ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവകാശപ്പെട്ട ഗോൾഡ് കോയിൻ എനിക്ക് കിട്ടണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എനിക്ക് വെറും ഒരു ഗോൾഡ് കോയിൻ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ നിന്നാണോ സംസാരിക്കുന്നത്, ടാസ്ക് കഴിഞ്ഞെങ്കിൽ അന്നേരം പറയണമായിരുന്നു, ഇതിപ്പോൾ ഇവിടെ നിന്ന് എന്തിനാണ് പറയുന്നത്, കിച്ചണിലാണോ ഇതൊക്കെ പറയേണ്ടത്. ആ ടാസ്കിൽ ഇത്രയും മൃഗങ്ങളെ കൃത്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ച് അവരെ കൊണ്ടുവന്നത് മൊത്തം ഞാനല്ലേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ആരെങ്കിലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഗ്രൂപ്പ് കളിയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആരുടെയും ഗ്രൂപ്പില്ല. ഇവിടെ മൊത്തം ഗ്രൂപ്പ് കളിയാണ്. അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കുക, ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തം ഗ്രൂപ്പ് കളിയാണ്. നിങ്ങൾ 3 പേരുടെ കൈ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ലതുപോലെ പെർഫോം ചെയ്ത ആളിനാണ് ഗോൾഡ് കോയിൻ കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തന്നില്ല? ആടിന് എന്തുകൊണ്ടാണ് 3 ഗോൾഡ് കോയിൻ കൊടുത്തത്? എത്ര നന്നായിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. അതിൻ്റെ ഓരോരോ വ്യായാമ മുറകളും എല്ലാം എത്ര കൃത്യമായിട്ടാണ് പരിശീലിപ്പിച്ച് ഇത് അവതരിപ്പിച്ചത്. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് തന്നില്ല? എനിക്ക് അർഹതപ്പെട്ട എൻ്റെ ഗോൾഡ് കോയിൻ നിങ്ങൾ എന്തുകൊണ്ട് തരാഞ്ഞത്? അപ്പം നിങ്ങളുടേത് ഗ്രൂപ്പ് കളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അനീഷ് ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറും ജിഷിനും ഒന്നും മിണ്ടുന്നില്ല, അനുമോളും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ അഭിലാഷ് ഓരോന്ന് പറയുന്നുണ്ട്, ഇവിടെ അല്ല ഇത് സംസാരിക്കേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ആരും ഗ്രൂപ്പൊന്നും കളിച്ചിട്ടില്ല എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. ചിലർക്ക് വാരിക്കോരി കൊടുക്കുക, ചിലർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ട് വായലച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്, ഇത്രയും പെർഫോം ചെയ്തതെന്ന് അറിയാമോ? ഇത്രയും കഷ്ടപ്പാടെടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ്. അതുപോലെ അറേഞ്ച് ചെയ്തിട്ട് എത്ര വായലച്ചിട്ടാണ് ഓരോ മൃഗങ്ങളെയും അറേഞ്ച് ചെയ്ത് നിർത്തുന്നത്. എന്നിട്ട് ടാസ്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ നല്ലതാണെന്ന് പറഞ്ഞു, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും നന്നായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കോയിൻ തന്നില്ല. ഇതിനല്ലേ ഗ്രൂപ്പ് കളി എന്ന് പറയുന്നത്? അപ്പം ജിഷിൻ പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ അവിടെ മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിഗ് ബോസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അത് പറയാതിരുന്നത്. പക്ഷേ ഞാൻ എത്രത്തോളം മിണ്ടാതിരിക്കുന്നു അത്രത്തോളം നിങ്ങളിവിടെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനീഷ് പറയുന്നുണ്ട്. നല്ലതുപോലെ പെർഫോം ചെയ്തവർക്ക് കൊടുക്കാനുള്ള മനസ്സ് വേണം. കൊടുത്തവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക, പെർഫോം ചെയ്യാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പ് കളിയല്ലേ. ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഒന്നിൽ പറയുന്നത് കൊടുത്തവരോട് പോയി പറയണം, അല്ലാതെ ഇവിടെ നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊടുത്തിയാരാ അവരോട് പോയി പറ. അനീഷ് ഒട്ടും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പം അനീഷ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് സംസാരിക്കും തോറും ഓരോരുത്തർക്കും ദേഷ്യം വരും. അതിന് മറുപടിയായിട്ട് വന്ന് വഴക്ക് വലുതാവാനാണ് സാധ്യത. ഇപ്പം തന്നെ അഭിലാഷ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒനിൽ കിടന്ന് പറയുന്നുണ്ട്, ആരാണോ കൊടുത്തത് അവരോട് പോയി പറയണമെന്ന്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം വഴക്ക് ഭയങ്കരമായിട്ട് വലിയ വഴക്കായിട്ട് മാറിയിരിക്കുകയാണ്.